ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. മുള്ളൂർക്കര വ്യാപാരി ഏകോപന സമിതി യൂണിറ്റിന്റെ 54ാം വാർഷികാഘോഷം നടന്നു. ഭദ്രം പദ്ധതി ധനസഹായ വിതരണവും കെട്ടിടം രൂപരേഖ പ്രകാശനവും ചടങ്ങിൽ നടന്നു. മുള്ളൂർക്കര കൽപ്പക ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള വ്യാപാരി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ 54ാമത് വാർഷിക പൊതുയോഗം തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ കൂടെയുള്ള ഇത്രയധികം വ്യാപാരികൾ അവരൊരുമിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ചിന്ത തന്നെയാണ് അവരെ പ്രവർത്തിക്കാൻ, വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രാപ്തമാക്കുന്നതും പ്രേരിപ്പിക്കുന്നതും. മുള്ളൂർക്കരയിൽ ഒരു സമയത്ത് നമുക്ക് വ്യാപാര ഭവൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ഈ ഒരു ചേലക്കര നിയോജകമണ്ഡലത്തിലെ തന്നെ ഏറ്റവും നല്ല ആധുനികമായ വ്യാപാര ഭവൻ ഏതാണെന്ന് ചോദിച്ചാൽ മുള്ളൂർക്കരയിലെ വ്യാപാര ഭവനാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. അത് ഒന്നുകൂടി വിപുലീകരിക്കുന്ന കാര്യമാണ്. 6 സെൻറ്റിൽ നിൽക്കുന്ന വ്യാപാര ഭവൻ ഇനി അടുത്തൊരു 12 സെൻറ്റിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. ഒരു യൂണിറ്റിൻ്റെ പരിധിയിൽ നിന്ന് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ അവർ പരിശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വേണം അതിനെ കരുതാൻ. അപ്പോൾ നമ്മളൊക്കെ അതിനെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി വരവേൽക്കുന്നവരായിരിക്കണം, പിന്തുണക്കുന്നവരായിരിക്കണം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. സംഘടനാ പ്രവർത്തനത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക പദ്ധതികളെക്കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് KM മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ P നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. അല്ലാതെ നമ്മൾ ഈ ഒഴിഞ്ഞ പാടത്തൊക്കെ പോയിട്ട് കുറേ പുല്ല് മാത്രമേ ഇഞ്ഞാൽ കിട്ടുള്ളൂ, നെല്ലൊന്നും വരില്ല ഇതിൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിതയ്ക്കണം. നമ്മളൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ വളരെ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ടാണ് ഇത്ര പെട്ടെന്നൊരു വളർച്ച ഉണ്ടായതും സ്വന്തമായി വ്യാപാരഭവൻ ഉണ്ടായതും അതുപോലെ അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലം വാങ്ങാൻ സാധിച്ചതും ഒക്കെ അതിൻ്റേതായിട്ടുള്ള എല്ലാത്തിനും നമ്മളായാലും ഇപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലം നമ്മൾ വാങ്ങുകയാണെങ്കിൽ എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിക്കണം. ചിലപ്പോൾ നമ്മൾ കരുതി വെച്ച ഏതെങ്കിലും ഫണ്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ കുറച്ച് തിരിമറി ചെയ്യും, അത് കടമായിട്ട് വരും, പിന്നെ അത് വീട്ടണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഒരു കുടുംബത്തിലുണ്ടാകുന്ന പോലെ തന്നെയാണ് നമ്മുടെ യൂണിറ്റിലും. അപ്പോൾ യൂണിറ്റിൽ എന്ന് പറഞ്ഞത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ പല അംഗങ്ങളുമുണ്ട്. എല്ലാ ഒരു കുടുംബത്തിലുള്ളപ്പോൾ അച്ഛനും മക്കളും മക്കളുടെ മക്കളൊക്കെ എല്ലാവരും ഒരേ സ്പിരിറ്റിൽ വർക്ക് ചെയ്തോളുന്നില്ല. അതിൽ കുറച്ച് ആളുകളാണ് ത്യാഗമനോഭാവത്തോടു കൂടി സംസാരിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുക. അവർ വളരെ ത്യാഗമനോഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എല്ലാ ബെനിഫിറ്റും എല്ലാവരും കൊയ്യും. അപ്പോൾ ഒരു കുടുംബത്തിലൊരാൾ ആണ് ഇപ്പോൾ കുറച്ച് ഏണിംഗ് മെമ്പറിൽ അച്ഛൻ പറയുകയാണ്, മോനെ എങ്ങനെ ഒരു കാര്യം അത് ചെയ്യണം എന്ന് ചെയ്തു കഴിഞ്ഞ് അയാളുടെ സമ്പാദ്യം മുഴുവൻ ഇതിലേക്ക് ഇറക്കുമ്പോൾ ഇന്നത്തെ കാര്യങ്ങളും അനുഭവങ്ങളും വ്യത്യസ്തമാണ്. ഞാൻ ഒരുപക്ഷെ എൻ്റെ അനുഭവത്തെ കൂടി തട്ടിക്കൊള്ളണം എന്നുള്ളത് പറയുന്നത്. അന്തരിച്ച വ്യാപാരി VK പ്രഭാകരന്റെ കുടുംബത്തിന് ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള 5 ലക്ഷം രൂപയുടെ ധനസഹായം ജില്ലാ പ്രസിഡന്റ് കൈമാറി. കൂടാതെ കാരുണ്യ സ്മൃതി പദ്ധതിയുടെ ഭാഗമായി യൂണിറ്റ് വക 25,000 രൂപ പ്രസിഡന്റും നൽകി.
യൂണിറ്റിനായി പുതുതായി വാങ്ങിയ സ്ഥലത്ത് നിർമ്മിക്കുന്ന മന്ദിരത്തിന്റെ രൂപരേഖ പ്രകാശനവും സോവനീർ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ മുള്ളൂർക്കരയിൽ കടകൾ അടച്ചിട്ടു. യൂണിറ്റ് സെക്രട്ടറി CS നൌഫൽ വാർഷിക റിപ്പോർട്ടും ട്രഷറർ KM പ്രേമൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K നാരായണൻകുട്ടി, ഉഷാകുമാരി, യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ സലാം, വനിതാ വിംഗ് പ്രസിഡന്റ് ധന്യ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KM മുഹമ്മദിനെ പ്രസിഡന്റായും PM ഹംസയെ ജനറൽ സെക്രട്ടറിയായും KM പ്രേമനെ ട്രഷററായും തെരഞ്ഞെടുത്തു. PS രാഘവൻ, MK ഗോപിനാഥൻ, CM ഷംസുദ്ദീൻ, CC മോഹൻദാസ് തുടങ്ങിയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. PM ഹംസ സ്വാഗതവും TK ജീന രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.